നമസ്കാരം. ഇംഗ്ലണ്ടിനെതിരായ ഒന്നാം ഏകദിനത്തിൽ ഇന്ത്യ 4 വിക്കറ്റിന്റെ ജയം നേടിയെടുത്തിരിക്കുകയാണ്. ആദ്യം ബാറ്റ് ചെയ്ത ഇംഗ്ലണ്ടിനെ 248 റൺസിന് പുറത്താക്കിയ ഇന്ത്യ 68 പന്തും 4 വിക്കറ്റും ബാക്കിയാക്കിയാണ് വിജയം നേടിയെടുത്തത്. ഇന്ത്യക്കായി ശുഭ്മാൻ ഗില്ല് 87 റൺസോടെ ടോപ്പ് സ്കോറർ ആയപ്പോൾ ശ്രേയസ് അയ്യറും അക്ഷർ പട്ടേലും അർദ്ധ സെഞ്ചുറികളോടെ മിന്നിച്ചു. ഇന്ത്യ ബാറ്റിംഗിലും ബൗളിംഗിലും ആധിപത്യം കാട്ടിയാണ് ജയിച്ചത്. എന്നാൽ ഇന്ത്യൻ നിരയിൽ നിരാശപ്പെടുത്തിയത് KL രാഹുലാണ്. ശുഭ്മാൻ ഗില്ലിനെ സെഞ്ചുറിയിലേക്ക് എത്തിക്കാൻ ശ്രമിച്ച പതിയെ ബാറ്റ് ചെയ്ത രാഹുൽ 2 റൺസ് എടുത്താണ് പുറത്തായത്. ആദ്യ മത്സരത്തിൽ രാഹുൽ ബാറ്റ് ചെയ്യാൻ എത്തിയത് 6ാം നമ്പറിലായിരുന്നു എന്നതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. 5ാം നമ്പറിലേക്ക് ശ്രേയസ് അയ്യർ എത്തിയപ്പോൾ 5ാമനായി ഇടം കയ്യൻ അക്ഷർ പട്ടേലിനെ കളിപ്പിക്കുകയായിരുന്നു. ഇതോടെ രാഹുലിന് പിന്നോട്ട് ഇറങ്ങേണ്ടി വന്നു. ഇപ്പോഴിതാ രാഹുൽ ഫ്ലോപ്പ് ആയതിനു പിന്നാലെ രോഹിത്തിനെയും ഗൗതം ഗംഭീറിനെയും വിമർശിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് മുൻ ഇന്ത്യൻ ഓപ്പണറായ ആകാശ് ചോപ്ര. ഏകദിനത്തിൽ ഇന്ത്യ 1ാം നമ്പർ വിക്കറ്റ് കീപ്പറായി പരിഗണിക്കുന്നത് KL രാഹുലിനെയാണ്. മധ്യനിരയിൽ നിർണായക പ്രകടനം നടത്താൻ ശേഷിയുള്ള താരമാണ് രാഹുല്. കഴിഞ്ഞ ഏകദിന ലോകകപ്പിൽ ഇന്ത്യ ഫൈനലിൽ എത്തിയപ്പോൾ രാഹുലിന്റെയും ശ്രേയസിന്റെയും മധ്യനിരയിലെ കൂട്ടുകെട്ടാണ് നിർണായകമായത്. എന്നാൽ ഇപ്പോൾ ഇന്ത്യൻ ടീമിലെ ഗംഭീറിന്റെയും രോഹിത്തിന്റെയും പരീക്ഷണങ്ങൾ മൂലം രാഹുലിന് കളിക്കാൻ കൃത്യമായ ഒരു ബാറ്റിംഗ് പൊസിഷൻ ഇല്ലാത്ത അവസ്ഥയാണ്. രാഹുലിനെ വെച്ച് നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? ചർച്ച ചെയ്യപ്പെടേണ്ട കാര്യമാണത്. ജേക്കബ് ബദലും ആദിൽ റഷീദും പന്തെറിയുന്ന സമയത്ത് രാഹുലിനെ ഇറക്കിയില്ല. ഋഷഭ് പന്ത് കളിച്ചിരുന്നപ്പോൾ രാഹുൽ ഋഷഭിന് മുന്നിൽ ബാറ്റ് ചെയ്തിരുന്നു. എന്നാൽ എന്തുകൊണ്ടാണ് ഇപ്പോൾ ആ വിശ്വാസം ഇല്ലാത്തത്? യൂട്യൂബ് ചാനലിൽ സംസാരിക്കവേ ആകാശ് ചോപ്ര പറയുന്നത് ഇങ്ങനെയാണ്: രാഹുലിന് മുമ്പായി ഇറങ്ങിയ അക്ഷർ പട്ടേൽ അർദ്ധ സെഞ്ചുറിയോടെ തിളങ്ങി. അതുകൊണ്ട് തന്നെ അക്ഷറിനെ രാഹുലിന് മുന്നേ ഇറക്കിയ തീരുമാനത്തെ തെറ്റു പറയാനാവില്ല. ഇന്ത്യയെ പിന്നോട്ടടുപ്പിക്കുന്ന പ്രധാന പ്രശ്നങ്ങളിലൊന്ന് മധ്യനിരയിൽ ഇടം കയ്യൻ ബാറ്റ്സ്മാൻ ഇല്ലെന്നതാണ്. വിരാട് കോഹ്ലി തിരിച്ചെത്തുമ്പോൾ യശസ്വി ജയ്സ്വാളിന് മാറിക്കൊടുക്കേണ്ടി വരും. ഇതോടെ ഇന്ത്യയുടെ ബാറ്റിംഗ് നിരയിൽ വലം കയ്യന്മാരുടെ ആധിപത്യമാവും കാണാനാവുക. രോഹിത് ശർമ്മ, ശുഭ്മാൻ ഗില്ല്, വിരാട് കോഹ്ലി, ശ്രേയസ് അയ്യർ, KL രാഹുൽ, ഹാർദിക് പാണ്ഡ്യ എന്നിങ്ങനെ ഇന്ത്യയുടെ ടോപ്പ് ഓർഡറിലെ 6 താരങ്ങളും വലം കയ്യന്മാരാണ്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു പൊസിഷനിലേക്ക് ഇടം കയ്യനെ കൊണ്ടുവരുന്നതിനെ തെറ്റു പറയാനാവില്ല. ഓപ്പണറായിരുന്ന KL രാഹുൽ ഇപ്പോൾ ബാറ്റിംഗ് പൊസിഷൻ പിന്നോട്ടിറങ്ങി 6ാം നമ്പർ വരെ എത്തിയിരിക്കുകയാണ്. അക്ഷർ പട്ടേൽ ഫോം കണ്ടെത്തിയ സാഹചര്യത്തിൽ ഇന്ത്യ 2ാം ഏകദിനത്തിലും അക്ഷറിനെ 5ാം നമ്പറിൽ കളിപ്പിക്കാനാണ് സാധ്യത. അങ്ങനെ വരുമ്പോൾ രാഹുലിന് വീണ്ടും 6ാം സ്ഥാനത്തേക്ക് പോകേണ്ടി വരും. ഏത് ബാറ്റിംഗ് പൊസിഷനിലും തിളങ്ങാൻ കഴിവുള്ള താരമാണ് രാഹുല്. എന്നാൽ നിലവിൽ ടോപ്പ് ഓർഡറിലേക്ക് രാഹുലിനെ കൊണ്ടുവരാൻ സാധിക്കില്ല. രാഹുൽ കടന്നാക്രമിച്ചു കളിക്കാനും നിലയുറപ്പിച്ചു കളിക്കാനും ശേഷിയുള്ളവനാണ്. ചാമ്പ്യൻസ് ട്രോഫി വരാനിരിക്കെ രാഹുലിന്റെ മികവിൽ ഇന്ത്യക്ക് പ്രതീക്ഷകളേറെയാണ്. ഓസ്ട്രേലിയൻ ടെസ്റ്റ് പരമ്പരയിലും തിളങ്ങിയ രാഹുലിന് 2ാം മത്സരത്തിൽ ബാറ്റിംഗ് ഓർഡറിൽ പ്രൊമോഷൻ ലഭിക്കുമോ എന്നത് കണ്ടറിയണം.